ഇതും തന്നെ സിംഗിൾ ഓണർഷിപ്പിലൊക്കെ കിടക്കണേ. NOC നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ഇത് വില നമുക്ക് ആകെ വരുന്നത് 8,60,000 രൂപ NOC. ഇതിപ്പോ നമ്മൾ എന്താ വില ചോദിക്കുന്നത്? നമ്മൾ ആകെ ചോദിക്കുന്ന നെറ്റ് ഓഫർ പ്രൈസ് തന്നിട്ടുണ്ട് ടുഡേ. ഈ മാസത്തിലെ ആദ്യത്തെ ഓഫർ 11,90,000 വണ്ടി കിടത്തും. 11,90,000 ഗ്രില്ല് അഡീഷൻ ചെയ്തോണ്ടാ. അല്ല, അത് പോളിഷ് ഒന്നും ചെയ്യാത്തോണ്ടായിരിക്കണം. പോളിഷ് ചെയ്തില്ല, ഇത് ചെയ്ത് കൊടുക്കണം. നല്ല തിളങ്ങുന്നുണ്ട്. 12 മോഡൽ. ഇത് പിന്നെ ഇത് 2012 മോഡൽ തന്നെ 4x2 ഡീസൽ ഓട്ടോമാറ്റിക് തന്നെ. കിലോമീറ്ററോ? ഇതിനൊരു പ്രത്യേകം കൂടി ഉണ്ട്. ഈ വണ്ടിക്ക് ഈ ഒരു 1 വീക്ക് നമ്മൾ 9,90,000 NOC മാത്രം. മോഡൽ ഏതായിരുന്നു? 2012. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല, ഒരു റീപ്ലേസും ഇല്ല. ശരി, എന്താ വില? ഇതിന് 14,70,000. പേപ്പർ ആക്കിയ വണ്ടി അല്ലേ? ഇതിന് നമ്മൾ കൊടുക്കുന്ന വില കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത് 13,60,000. നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിൽ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലാത്ത ഒരു കിടിലൻ ഷോറൂം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാണ്ടിക്കാട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് നമ്മൾ ഈ ഫോക്കസ് മോട്ടോഴ്സിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കെന്നൊരു വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം കിടിലൻ വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ നിരയിൽ മുഴുവനും ടൊയോട്ട വണ്ടികളാണ്. അതായത് ഇന്നോവ, ക്രിസ്റ്റ, അതുപോലെ തന്നെ ഫോർച്യൂണർ, പിന്നെ ടൊയോട്ടയുടെ ഒരുവിധം ബ്രാൻഡിലുള്ള എല്ലാ വണ്ടികളും ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ കുറച്ച് അതർ ബ്രാൻഡ് വണ്ടികളാണ് ഉള്ളത്. കുറച്ച് പ്രീമിയം വണ്ടികളുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, സാധാരണ ഒരു മിഡ് റേഞ്ച് വണ്ടികൾ, അതുപോലെ തന്നെ SUV വണ്ടികൾ എന്നിങ്ങനെയുള്ള എല്ലാ വണ്ടികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിലവിലിപ്പോൾ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഫോക്കസ് മോട്ടോഴ്സിന് നമ്മുടെ ഇവിടെ പാണ്ടിക്കാടുള്ള ഒരു ഷോറൂമും അതോടൊപ്പം തന്നെ അവർക്ക് കൊല്ലത്തൊരു ഷോറൂമുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെ നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കേസുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. യൂസ് കാറൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനങ്ങളുടെ ക്വാളിറ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് വില കുറഞ്ഞതൊക്കെ ഒരുപാട് സ്ഥലത്ത് പലതും പല രീതിക്കുള്ളതൊക്കെ കിട്ടും. പക്ഷേ നിങ്ങൾ അതൊക്കെ പോയി വാങ്ങിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ അതിൻ്റെ പുറകെ പണിയെടുക്കാനൊക്കെ സമയം ഉണ്ടാവുള്ളൂ. പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ചിട്ട്, മാക്സിമം വില കുറച്ചിട്ട് കേട്ടോ, പിന്നെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ, പിന്നെ സ്വാഭാവികമായും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ, അതേപോലെ മോഡൽ കൂടിയ വണ്ടികളൊക്കെ ആകുമ്പോൾ ചെറിയൊരു പൈസ കൂടുതലുണ്ടാവും. അത് നിങ്ങൾ നോക്കിക്കോളുക, വരിക, വന്നിട്ട് സംസാരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാനുള്ളത് കുറച്ച് വാങ്ങിക്കോട്ടെ. അപ്പോൾ എന്തായാലും മാക്സിമം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്ക്, മറക്കാനൊന്ന് ഷെയർ ചെയ്തേക്കാം. എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഫസ്റ്റത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഫുൾ ടൊയോട്ട വണ്ടികൾ കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ എന്തായാലും നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൽ നിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഇന്ന് നമുക്ക് വാഹനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ അഭിലാഷ് ബ്രോ ആണ്. അഭിലാഷ് ബ്രോ, റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ ഇവരോട് എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം ഉണ്ടോ, ക്വാളിറ്റി ഉള്ള വണ്ടികളെ നമ്മൾ കാണിക്കുള്ളൂ. കൂടുതലാണെങ്കിലും നല്ല വണ്ടികൾ അല്ലേ, എടുത്തുകൊണ്ട് പോകുന്ന ഒരാളും പെടരുത്, നിർബന്ധമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ എല്ലാം ടൊയോട്ടയാണ്. ഇന്നോവ, ക്രിസ്റ്റയും ഫോർച്യൂണറും അതും ഇതും മാത്രമേ ഉള്ളൂ ഈ ഒരു നിരയിൽ അല്ലേ? എന്തായാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുത്താലോ? തീർച്ചയായും കാണിക്കാം. പിന്നെ നിങ്ങൾ മെയിൻ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അതൊന്ന് പറഞ്ഞു. എന്താ വാറന്റിന് എന്തൊരു കേസ് ഉണ്ട്? അതെ നമ്മളെ ഷോറൂമിന്റെ പ്രത്യേകത വെച്ചാൽ 13 വർഷം കഴിഞ്ഞ് 14ാമത്തെ വർഷത്തിലേക്കാണ് നമ്മൾ ഷോറൂം പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു കസ്റ്റമർ ട്രസ്റ്റ്, നമ്മൾ വിശ്വസിച്ചെടുക്കുന്ന വാഹനങ്ങൾക്ക് നമ്മൾ 2 വർഷത്തേക്ക് എഞ്ചിനും ഗിയർ ബോക്സും നമ്മൾ വാറന്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 വർഷത്തേക്ക് എഞ്ചിനും ഗിയർ ബോക്സ് ഇവിടെ എടുക്കുന്ന ഏത് വണ്ടിക്ക്. അതായത് ഇപ്പൊ ഈ ഷോറൂമിൽ കിടക്കുന്ന വണ്ടികൾ നിങ്ങൾ നോക്കുക, അത് കുറച്ച് പഴയ മോഡലാണെങ്കിലും കുറച്ച് പുതിയ മോഡലാണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും ഇവിടുന്ന് നിങ്ങൾ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് 2 വർഷത്തെ വാറന്റിയോട് കൂട്ടിയിട്ടാണ് തരിക. അതെ. അതിന് പുറമെ നമ്മൾ ടോട്ടൽ ലോസ്, ഫ്ലഡ്, മേജർ ആക്സിഡന്റ് ആയ വണ്ടി നമ്മൾ ചെയ്യില്ല. അതുകൊണ്ടാണ് വാറന്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ, അത്ര ധൈര്യത്തിൽ വാറന്റി കൊടുക്കാനേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ശരി. അതേപോലെ തന്നെ ഇനി വേറെ എന്തെങ്കിലും റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും റോഡ് അസിസ്റ്റന്റ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് എവിടെ പോയാണ് ഇപ്പോൾ ഡെലിവറി പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് എല്ലാ കാര്യങ്ങളും നമ്മൾ ക്വാളിറ്റി വിലക്കുറവ് ഞാൻ പറയേണ്ട കാര്യമില്ല. നമുക്ക് ഇവരെന്നെ തീരുമാനിക്കട്ടെ എന്താ സ്ഥിതി എന്നുള്ളത്. അതെ. അപ്പോൾ കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. ആദ്യത്തെ വണ്ടി തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു സിൽവർ കളർ ക്രിസ്റ്റ കാണിച്ചു തരാം. ക്രിസ്റ്റ ഏതാ മോഡൽ? ഇത് 2017 മോഡലാണ്. 17 ആണ്. ഫ്രണ്ട് ടൈപ്പ് ഒന്ന് മാറിയതാട്ടോ. അതെ, ഫേസ് മാറ്റി വണ്ടി 2022 മാറി 23 മോഡലിലേക്ക് ഫേസ് ലിഫ്റ്റ്. ഇത് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ്. റിയൽ ഇത് നമ്പർ ആക്കിയ വണ്ടി. നമ്പർ ആക്കിയതാകുമ്പോൾ മെയിൻ ക്ലാസ് മാറിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതെ. പിന്നെ ഞാൻ എന്തായാലും ഇന്ത്യയിൽ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഒരേ സാധനം അല്ലേ? അതെ. അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്തത് വിളിക്കുന്നവർക്ക് ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം വണ്ടി തീർച്ചയായിട്ടും മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ? അടിപൊളി. അപ്പോൾ എന്തായാലും ഇതിപ്പോ മോഡൽ 17 ആണെന്ന് പറഞ്ഞു. 2017 മോഡൽ. കിലോമീറ്ററോ? 198 തേർഡ് ഓണർ. അതെ. ഓക്കെ. കിലോമീറ്റർ ജെനുവിനാ? അതെ, ജെനുവിനാ അല്ലേ? ഇതിപ്പോ നമ്മൾ എന്താ വില ചോദിക്കുന്നത്? നമ്മൾ ആകെ ചോദിക്കുന്ന നെറ്റ് ഓഫർ പ്രൈസ് തന്നിട്ടുണ്ട് ടുഡേ. ഈ മാസത്തിലെ ആദ്യത്തെ ഓഫർ 11,90,000 വണ്ടി കിടത്തും. 11,90,000 പേപ്പർ ആക്കിയ വണ്ടിയാണ്. ഓക്കെ, പേപ്പർ ആക്കിയ വണ്ടിയാണ് നിങ്ങൾക്ക് 11,90,000 വരുന്നത്. അതും നെഗോഷ്യബിൾ ആണോ? ചെറിയൊരു വണ്ടി, ടേബിൾ ടു ടേബിൾ അല്ലേ? ചെറുതാണ്. അതുപോലെ തന്നെ ഇവിടെ വേറെ 2017 മോഡൽ തന്നെയാണ്. 17 തന്നെയാ? അതെ. ഇത് സെക്കൻഡ് ഓണറാ? അതെ. കേരള 53 നമ്പർ ആക്കിയ വണ്ടി. ശരി. ഇതും പേപ്പർ ആയതാണ്. അതെ. കിലോമീറ്ററോ? ഇത് 137 കിലോമീറ്റർ. അത് കറക്റ്റ് ജെനുവിനാ? ഇത് ജെനുവിൻ അല്ല, ചെറിയൊരു മാറ്റമുണ്ട് അല്ലേ? ശരി. ഇത് നമുക്ക് എന്താ വില?
ഇതിന് ഞങ്ങൾ ആകെ നോക്കിയിട്ട് 13,50,000 രൂപ. 13 ലക്ഷം രൂപ. അത് വണ്ടിയുടെ ക്വാളിറ്റിക്ക് ചെറിയ എമൗണ്ട് ഒക്കെ നമുക്ക് സംസാരിച്ചിട്ട് അതിപ്പോ നമ്മളിപ്പോ ഈ മൊത്തം വണ്ടികളുടെ ഡീറ്റെയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോന്നിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇതാണെങ്കിൽ 2016 മോഡൽ 17 രജിസ്ട്രേഷനുള്ള വണ്ടി. 16-17 അതെ. KL 50 നമ്പറായ വണ്ടി. KL 50. അതെ അതെ അതെ. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാല് ഇതിന് ഒറിജിനൽ ഫേസ് ലിഫ്റ്റ് ഒറിജിനൽ കിറ്റ് ആണ്. ഇത് മോഡൽ 2016-17. അപ്പൊ ഈ കിറ്റ് കമ്പനി തന്നെ കയറ്റിയ സാധനം. ഓക്കെ, തട്ടിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഒരു റീപ്ലേസും ഇല്ല. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്, ഒരു റീപ്ലേസും ഇല്ല. മെയിൻ ക്ലാസ് പോലും മാറിയില്ല, ഒന്നും മാറിയില്ല. അടിപൊളി. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇതിന് നമ്മൾ കൊടുക്കുന്ന വില കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത് ഒരു 13,65,000. 13,65,000 ഫേസ് ലിഫ്റ്റ് മാറിയ വണ്ടി അതാണ്. അതായത് പേപ്പർ ആക്കാതെ ഒരു വണ്ടിയും തന്നുവിടില്ല, എല്ലാം പേപ്പർ ആക്കിയിട്ടൊക്കെ തരുള്ളൂ അല്ലേ? അതെ അതെ അതെ. ഇനി അതായത് ഇത് 2019 മോഡലാണ്. 19 ആണ്. അടിപൊളി അലവിലൊക്കെ ഉണ്ടല്ലോ. ഇത് ന്യൂ ഷേപ്പ് വന്ന അലവിലല്ലേ? അതെ അതെ അതെ. ഇത് 19 മോഡല്. കിലോമീറ്ററോ? ഇത് ആകെ കുറഞ്ഞ കിലോമീറ്റർ 1.75 ഓടിയിട്ടുള്ളൂ. 1.75 ഓടി. അതെ. ഇപ്പൊ സിംഗിൾ ഓണറാണ് വണ്ടി കിടക്കുന്നത്. അതെ അല്ലേ? സിംഗിൾ ഓണർ 19 മോഡൽ ക്ലീൻ വണ്ടി. അതെ. ഇത് പേപ്പർ ആക്കിയിട്ടില്ല? പേപ്പർ ആക്കിയിട്ടില്ല. നമ്മൾ ആരാണ് പേരിൽ അവരെ പേരിൽ ആർക്കും വെക്കാം. അതായത് ആക്കി കൊടുത്തു. അതല്ലാന്നുണ്ടെങ്കിൽ NOC വണ്ടിയാണ് ഇപ്പൊ ഇട്ടിട്ടുള്ളത്. അതെ അതെ. ഓക്കെ, ഇതിപ്പോ നമുക്ക് പിന്നെ പേപ്പർ ആക്കിയിട്ട് എന്ത് വിലക്ക് കൊടുക്കും? ഇതിപ്പോ NOC നമ്മൾ 14 ലക്ഷം പറഞ്ഞോളൂ. 14 ലക്ഷം. 19 മോഡല്. അതും 2.8G ഓട്ടോമാറ്റിക് ആണ്. ഒരു 3 റുപ്യ വേണോ? 2.5-2.5 ഉള്ളിൽ റേഞ്ച്. അതായത് 2.8 G ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക്. അതെ, ഓട്ടോമാറ്റിക് ആണ്. അതാണ് അല്ലേ? ഇപ്പൊ കാണിച്ചത് ഇതെല്ലാം മാനുവൽ അല്ലേ? അതെ, ഇതെല്ലാം മാനുവൽ. ഇത് GX പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, മോശമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം അലവില് കാര്യങ്ങളൊക്കെ 19 ന്യൂ ഷേപ്പ് വരുന്നുണ്ട്. അതെ. പിന്നെ 14 ലക്ഷം അല്ലേ പറഞ്ഞത്? 14 ലക്ഷം NOC. അതെ. 16 ചില്ലറയും വരും പേപ്പർ ആക്കുമ്പോൾ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് നിങ്ങൾ വരിക, വന്നിട്ട് നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ അകത്തേക്ക് പോകുമ്പോൾ ഇടയിൽ ഒരു ഫോർച്യൂണർ കാണിച്ചു തരാം. ഫോർച്യൂണർ ഏതാ മോഡല്? ഇത് 2017 മോഡല്. 17 ആണ്. അതെ അതെ അതെ. അതായത് ഈ ഷേപ്പിലൊക്കെ ഫസ്റ്റ് വണ്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം. അതെ 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 അതെ. പിന്നെ കിലോമീറ്ററോ? ഇത് ആകെ കുറഞ്ഞ കിലോമീറ്റർ ഉള്ള വെറും 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5,600? അതെ, കിലോമീറ്റർ കറക്റ്റ് സർവീസ്. അതെ അല്ലേ? 56,000 ഓടിയിട്ടുള്ളെങ്കിൽ അതിന്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരണല്ലോ. പിന്നെ 4x2 ഓട്ടോമാറ്റിക് അല്ലേ? 4x2 ഓട്ടോമാറ്റിക്. അടിപൊളി, നല്ല നീറ്റ് ഇന്റീരിയർ ആട്ടോ. അതെ അതെ. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ലെജൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ ചെറിയ പൈസ മതി. ഇത് പിന്നെ എന്തെങ്കിലും സെക്കൻഡ് ഓണർ ആണ്. ആണോ? NOC വണ്ടിയാണ്, നമ്പർ ആക്കിയിട്ടില്ല. ഓക്കെ, അതായത് രജിസ്റ്റർ ചെയ്തിട്ടില്ല? ഇല്ലല്ല. ഫ്രണ്ടിലെ ഈ കിറ്റൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അതെ അതെ. ERD ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ്? എന്താ ഇത് കുറഞ്ഞ പ്രൈസിന് കൊടുക്കാം. 24,35,000 ഇത് കൊടുക്കാം. 24-35 NOC വണ്ടി, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. എന്താണ്? 5 ലക്ഷം വേണോ പേപ്പർ ആക്കാൻ? വേണ്ട 4ന്റെ ഉള്ളിൽ മതി. 4.2 ആണ്. ഓക്കെ, 4-നുള്ളിൽ ഇൻവോയ്സ് കുറവാണല്ലോ അല്ലേ? അതെ അതെ അതെ. 4-നുള്ളിൽ മതി. അതെ അതെ. ഇത് എന്തെങ്കിലും വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, ഒരു റീപ്ലേസും ഇല്ല. ഒന്നുമില്ല, ക്ലീൻ വണ്ടി അല്ലേ? അതെ അതെ. അപ്പൊ നമ്മൾ എത്ര വില പറഞ്ഞേ? ഇതിനാകെ നമ്മൾ 24,35,000 രൂപയ്ക്ക് നമുക്ക് NOCയിൽ അവർ പറയുന്ന NOC നമുക്ക് എടുത്തു കൊടുക്കാം. 24-35, ഓൾമോസ്റ്റ് ഒരു 30 ലക്ഷം റുപ്യൻ്റെ ഉള്ളിലൊക്കെ സുഖമായിട്ട് പേപ്പർ ആക്കി ഇറക്കാം അല്ലേ? അതും 56,000 ഓടിയിട്ടുള്ളൂ. അതെ, അതാണ് ഏറ്റവും ജെനുവിൻ അല്ലേ? കമ്പനി സർവീസ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ഒരു റീപ്ലേസും ഇല്ല. ഇല്ല. അടിപൊളി. അതുപോലെ തന്നെ ഈ ക്രിസ്റ്റയോ? ഇത് 2017 മോഡല്. 17 ആണ്. അതെ അതെ അതെ. കിലോമീറ്ററോ? ഇത് 2,15,000. 2.15 അല്ലേ? അതെ അതെ. അതൊക്കെ ജെനുവിൻ ആയിരിക്കും അല്ലേ? ആ, ജെനുവിൻ. എന്തെങ്കിലും ഉണ്ടോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? അത് മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ്. മെയിൻ ക്ലാസ് വേറെ ഒന്നുമില്ല. ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. കേരളത്തിലേക്ക് നമ്പർ ആക്കി. കേരള വണ്ടി അതിലുണ്ട്, ഒന്ന് സ്പെഷ്യൽ പറഞ്ഞാൽ കേട്ടോ. അത് മാത്രമല്ല, അത് 2.4 V ആണ്. മാനുവൽ ആണ് അല്ലേ? അതെ അതെ. ഓക്കെ, V ആണ്, മാനുവൽ ആണ്. അതുപോലെ തന്നെ പ്രൊജക്ടർ എല്ലാം കാര്യങ്ങളൊക്കെ കമ്പനി ഫീൽഡ് ആയിട്ട് തന്നെ വരുന്നതാണ്. ഇതിപ്പോ വില എത്ര വരുന്നുണ്ട്? വെറും 15,20,000. 2.4 V പേപ്പർ ആയത്. പേപ്പർ ആക്കിയ വിലയാണ് പറയുന്നത് 15,70,000 രൂപ. 20,000 രൂപ. ഓക്കെ, 15-20 വരും. ഈ പറഞ്ഞ വണ്ടികൾക്ക് എല്ലാം വാറണ്ടിയും കിട്ടും 2 വർഷം അല്ലേ? നിങ്ങൾ വാറണ്ടി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടൊയോട്ട അല്ലേ? എഞ്ചിൻ ഗിയർ ബോക്സ് ഒന്നും ആവില്ല. എങ്കിലും പിന്നെ ഹൈലൈറ്റ് വണ്ടിയാണ് ഏതാ ഇത്. 2.8G ഓട്ടോമാറ്റിക് ആണ്. മോഡലോ? 2016 മോഡൽ. 16. അടിപൊളി വണ്ടിയാണ്. കാരണം ഓട്ടോമാറ്റിക് ഒത്തിരി പേര് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇത് ഹെഡ്ലൈറ്റ് ഒക്കെ മാറിയതാ അല്ലേ? അതെ അതെ അതെ. പ്രൊജക്ടർ വെച്ചതാ? അതെ അതെ അതെ. മോശമൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയുണ്ട് കാണാനും. ഇത് കിലോമീറ്ററോ? ഇത് 1.36 ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്കലി 1.36, വളരെ ലോ കിലോമീറ്റർ അല്ലേ? അതെ. ഇത് വണ്ടി എടുക്കുന്നവരെ പേരിലേക്ക് നമ്മൾ സെക്കൻഡ് ഓണർഷിപ്പ് മാറ്റി കൊടുക്കാം. ഓക്കെ, നിലവിൽ സിംഗിൾ ആണ്. സിംഗിൾ ആണ് ഇപ്പോൾ. ശരി, എന്ത് വിലക്ക് കൊടുക്കും? ഇത് വെറും 17,40,000 രൂപ. നമ്പർ ആക്കിയിട്ടില്ല. 2.8 Z ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ. ഓട്ടോമാറ്റിക്കാ? ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ. ഞാൻ ഓർത്ത് G4 നിങ്ങൾ ആദ്യം പറഞ്ഞാ. ഇല്ല 2.4. അത് V നതാ പറഞ്ഞിട്ടുണ്ട്. അല്ല, G4 ഇതിന് പറഞ്ഞിരുന്നു. എനിക്ക് വിട്ടുപോയതാ. ഓക്കെ, 2.8 Z ഓട്ടോമാറ്റിക്. അതാ ഞാൻ ചോദിച്ചത്, കാരണം പ്രൊജക്ട് ഹെഡ്ലൈറ്റ് ഒക്കെ മാറിയതാണെന്ന് ചോദിച്ചു. അല്ല G4 എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി, അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചു. സോറി കേട്ടോ. അപ്പൊ എന്തായാലും ഇത് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. 16 Z ഓട്ടോമാറ്റിക് ആണ്. അന്നത്തെ വേരിയന്റിലെ ഏറ്റവും ടോപ്പ് വണ്ടി. 17,40,000 രൂപയ്ക്ക് നമുക്ക് 17,40 അല്ലേ? അത് നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? ചെറിയൊരു ഫണ്ട്. നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ ടേബിൾ ടു ടേബിൾ എന്തായാലും കുറയാണല്ലോ, കാരണം സിംഗിൾ ഓണർ കിടക്കുന്നുണ്ട്. അതെ 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 അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2017.
17 17 അതെ അതെ G4 ആയിരിക്കും അല്ലേ? അതെ 2.4 G ആണ്. 1.84 ഓടിയിട്ടുള്ളൂ. ഇനി സെക്കൻഡ് ഓണറിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. വണ്ടിക്ക് ആകെ ചോദിക്കുന്നത് 13,30,000 രൂപയാണ്. പേപ്പർ ആക്കിയിട്ടാണോ? പേപ്പർ ആക്കിയിട്ട് 13.30. അതെ അതെ. മോഡൽ ഏതാ പറഞ്ഞത്? 17 വണ്ടി നിങ്ങൾക്ക് ഇവിടെ പേപ്പർ ആക്കിയിട്ട് 13,30,000. അതെ അതെ. അത് കമ്പനി വന്ന അതേ കണ്ടീഷനിലാണ്, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതെ അതെ. ഇത് റീപ്ലേസ് ഉണ്ടോ? ഡിക്കി ഗ്ലാസ് മാത്രം. ഡിക്കി ഗ്ലാസ്, മെയിൻ ഗ്ലാസ് ഇല്ല? ഇല്ല. ഏതെങ്കിലും ഒരു ഗ്ലാസ് എന്തായാലും ഉണ്ട്. അതെ അതെ. അതർ സൈഡിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വേണ്ടി വണ്ടി വരുള്ളൂ. അതെ അതെ. എന്തായാലും ഇത് നോക്കിക്കോട്ടോ നിങ്ങൾക്ക്. നല്ല വണ്ടിയാണ്. വൈറ്റ് ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ടാക്സി ആക്കാനൊക്കെ വേണമെങ്കിൽ തീർച്ചയായും നല്ല വണ്ടി. ഇതാണെങ്കിൽ ഇതാണെങ്കിൽ 2018 മോഡലാണ്. സെഡാ അല്ല 2.4 V മാനുവലാണ്. വി മാനുവൽ. അതെ അതെ. 18 മോഡൽ. അതെ അതെ 18 മോഡൽ. 1.59 ഓടിയ വണ്ടി സിംഗിൾ ഓണറാണ്. കിലോമീറ്ററോ? സിംഗിൾ ഓണർ 1.58. 1.58. അതെ അതെ. മോശമൊന്നുമില്ല കേട്ടോ വണ്ടി. 1.58 എന്ന് പറയുമ്പോൾ അത്ര വലിയ കൂടുതലൊന്നും പറയാനില്ല. ഇല്ല. റീപ്ലേസ് മേജർ കാര്യങ്ങൾ, ഡിക്കിന്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ റീപ്ലേസ്, മേലെ ബോണറ്റ് ഡിക്കി ഗ്ലാസ്, വേറെ റീപ്ലേസ് മേജറായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ശരി. വണ്ടിക്ക് നമ്മൾ NOC-ലാണ് ഇപ്പോൾ കൊടുക്കുന്നത് 14,90,000 രൂപ. 14,90,000. 18 കേട്ടോ. 18 മോഡൽ. 18. അതെ അതെ. ഒരു 2 രൂപ 2.4 ആ റേഞ്ച് വരും. ഓക്കെ. അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ. നിങ്ങളിവിടെ വരിക, വന്നിട്ട് വണ്ടി കണ്ടിട്ട് സംസാരിക്കുക. മാക്സിമം കുറയ്ക്കാനുള്ള കുറച്ചും തരും. ഇനിയാണ് താരങ്ങൾ വരുന്നത് അല്ലേ? അതെ അതെ. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം ഇന്നോവ. ഇത് ഏതൊക്കെ മോഡൽ? ഇത് 2015 മോഡൽ, 1.57 കിലോമീറ്റർ ഓടിയ വണ്ടി. 2.5 V ആണ് കേട്ടോ. V ആണ്. 15 ഫുൾ ഓപ്ഷൻ വണ്ടി. ആ ലെവിലൊക്കെ സെപ്പറേറ്റ് വരുന്നതാണ്. സെക്കൻഡ് ഓണർ വണ്ടി. ഫ്രണ്ടിലുണ്ട് പുതിയ ടയറുണ്ട്. സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഉണ്ടാവുമല്ലോ അല്ലേ? അതെ അതെ. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അതെ അതെ. വേറെ ഒന്നും വണ്ടി ആയതുകൊണ്ടാണ്. തീർച്ചയായും മേജർ ആയിട്ടൊന്നുമില്ലല്ലോ. ശരി. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇതിന് ആവശ്യം നമുക്ക് 10,80,000 കൊടുക്കാം. 15 മോഡൽ V ആണ് അല്ലേ? ഓക്കെ. കിലോമീറ്റർ എത്ര പറഞ്ഞേ? ആകെ 1.56 ഓടിയിട്ടുള്ളൂ. ജെനുവിനാണോ? ജെനുവിൻ അല്ലേ? ഓക്കെ. 1.56 ഓടിയിട്ടുള്ള നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് വന്നോളൂ. പിന്നെ ഈ കാണിച്ച എല്ലാ വണ്ടീൻ്റെയും നിങ്ങൾക്ക് എന്ത് വേദനെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇവരോട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഇന്ത്യയുടെ ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാം തരും. പിന്നെ വേറെ ഇത് അതേപോലെ പറഞ്ഞില്ലല്ലോ മാക്സിമം ലോൺ കയറും എല്ലാ വണ്ടിക്കും. അതായത് ലോണിന്റെ കാര്യങ്ങൾ നമുക്ക് ഒരു 700 മേലെ സിബിൽ സ്കോറും അത്യാവശ്യം നല്ല ബാങ്ക് ട്രാൻസാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 85-90% വരെ ലോൺ കിട്ടുന്ന വണ്ടികളാണ്. അതെ, എല്ലാം അത്യാവശ്യം മോഡലുള്ള വണ്ടികളല്ലേ. അതുപോലെ തന്നെ ഇന്നോവയിൽ രണ്ടാമത്തെ വണ്ടി വൈറ്റ് കളർ വണ്ടി. ഇത് ഏതാ മോഡൽ? ഇത് 2013-14 ആണ് കേട്ടോ. 13-14 അല്ലേ? അതെ അതെ. 270 കിലോമീറ്റർ ഓടിയ 2.4 G. 270 ഓടി. അതെ അതെ. 13-14 ആണെങ്കിലും ബോഡി വൈസ് നല്ല ക്ലീൻ ആണ്. നല്ല ക്ലീൻ ആണ് വണ്ടിയാണ്. നിങ്ങൾ ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ. പിന്നെ തീർച്ചയായും എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ? അതെ. റിയൽ അല്ലേ? എന്താ വില? ഇത് നമ്മൾ വെറും NOC-ലാണ് കൊടുക്കുന്നത്. ഒരു 6.10 ആണ്. 6.10 അല്ലേ? ഒരു 10,60,000 പേപ്പർ ആക്കാൻ ഒന്നിൻ്റെതായ അറേഞ്ച് ₹1 അറേഞ്ച് വരും. അല്ല അതുകൊണ്ട് ഒന്നും വേണ്ട. 10,60,000 ധാരാളം മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇയർ മാറിയല്ലേ വീണ്ടും. അപ്പോൾ എന്തായാലും കുറഞ്ഞു കിട്ടുക. നിങ്ങൾ നോക്കിക്കോളൂ. 6.10 എടുത്തുകൊണ്ട് പോകാം. 13-14 വണ്ടി. അതുപോലെ തന്നെ ഒരു വെള്ള വണ്ടി കൂടി ഉണ്ടല്ലോ. ഇത് 2015 16 മാസം ഇറങ്ങിയ വണ്ടിയാണ് കേട്ടോ. 15 6 മാസം. 15-16 മോഡല്. ഓ 16 6 മാസം ഇറങ്ങിയേ. കൊള്ളാം. ഓക്കെ. 10/6/2016 എക്സാക്ട് ഡെലിവറി വരുന്നത്. ടയറൊക്കെ ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. 1.10 ഓടിയിട്ടുള്ളൂ. 1.10 ശരിക്കും നല്ല നീറ്റാണല്ലോ വണ്ടി. നീറ്റ് വണ്ടിയാണ്. അത്യാവശ്യം ടാക്സി ആക്കാനാണെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം അല്ലേ? ഓടിക്കാലോ. ഇതും തന്നെ സിംഗിൾ ഓണർഷിപ്പിലൊക്കെ കിടക്കണേ. NOC-യിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ഇത് വില നമുക്ക് ആകെ വരുന്നത് 8,60,000 രൂപ. NOC-യിൽ 15 മോഡൽ 16 രജിസ്ട്രേഷൻ. ഓക്കെ. 8,60 നിങ്ങൾക്ക് NOC തരും. ഏകദേശം ഒരു 80 രൂപ 90 രൂപ കണ്ടാൽ ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ആവും. ഓക്കെ. വണ്ടി ക്വാളിറ്റിയാണ്. ഇനി ഒരു 3-4 ഫോർച്യൂണറും കൂടി കാണിച്ചു തരാം. ഫോർച്യൂണർ ഇത് ഏതാ മോഡൽ? ഇത് 2012 മോഡലാണ്. 12. ഇത് ഇതാ തുടങ്ങണ്ടേ? ഇത് 2015 മോഡൽ. 15. അത്യാവശ്യം നല്ല പണിയൊക്കെ എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 15 വണ്ടി 95. അത് ഒറിജിനൽ കേരള വണ്ടിയും കൂടിയാണ്. കേരള 4x2 ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 90,000 കിലോമീറ്റർ ജെനുവിൻ ആണ് കേട്ടോ. ജെനുവിനാണ്. സർവീസ് ഉള്ള വണ്ടിയാണ്. വിത്ത് 2 ഇയർ വാറണ്ടി അല്ലേ? അതെ. ഇത് 91 ലാസ്റ്റ് സർവീസ് ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. അടിപൊളി. ഇത് നമുക്ക് എന്താ വില? ഇതിനാകെ ചോദിക്കുന്ന എമൗണ്ട് 17,80,000 രൂപ. 17,80. ആലോചിക്കണം. ഒറിജിനൽ കേരള 15 മോഡൽ വണ്ടി. അതെ അതെ. അതും പ്രാഡോയുടെ ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. 17,80. ഒറിജിനൽ കേരള വണ്ടി. മാക്സിമം ലോണും കയറില്ലേ? മാക്സിമം ലോൺ. 15 മേലെ കയറുമോ? പിന്നെ നല്ല സിമെന്റ് കയറും. അതെ. അടുത്തത് 12 ആണല്ലേ? ഇത് 2012 മോഡൽ. ശരിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ 15-നേക്കാളും വൃത്തി 12 എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ല അത് പോളിഷ് ഒന്നും ചെയ്യാത്തോണ്ടായിരിക്കണം. നല്ല തിളങ്ങുന്നുണ്ട്. 12 മോഡൽ. ഇത് പിന്നെ 2012 മോഡൽ തന്നെ 4x2 ഡീസൽ ഓട്ടോമാറ്റിക് തന്നെ. കിലോമീറ്റർ 1,27,000 കിലോമീറ്റർ. 1.27 ജെനുവിനാ? കിലോമീറ്റർ ജെനുവിനാണ്. 1,27,000. റീപ്ലേസ് ഉണ്ടാവോ? റീപ്ലേസ് മേജർ കാര്യങ്ങളൊന്നുമില്ല. 17/7/2012 ആണ് ഇതിന്റെ ഡെലിവറി. ഡെലിവറി എടുത്ത വണ്ടി. അല്ല നീറ്റ് ഇന്റീരിയർ ആണ്. വിലയോ?
വേറെ 11,50,000 NOC-ല് 11,50 ആ NOC പ്രൈസ്. ചെറിയ ഫണ്ടൊക്കെ നെഗോഷിയേറ്റ് 11,30 വരെ നമുക്ക് കൊടുക്കാം. ഒരു 2.5 വേണോ പേപ്പർ ആക്കാൻ? 2 മതി. 2 മതി അല്ലേ? 12 അല്ലേ? ഓക്കെ, അത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾ എടുത്തോളൂ. 11,70 അല്ലേ? അതെ അതെ, അത് നെഗോഷ്യബിൾ ആക്കി തരും കേട്ടോ. അടുത്തത് ഇതാണെങ്കിലും ഇതും 2012 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. 12 സിംഗിൾ ഓണർ. അതെ, NOC-ലാണ് കേട്ടോ. കിലോമീറ്ററോ? കിലോമീറ്റർ കുറഞ്ഞ റോഡുകൾ 1,87,000 കിലോമീറ്റർ 4x2 ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഇതിനൊരു പ്രത്യേകം കൂടി ഉണ്ട്. ഈ വണ്ടിക്ക് ഈ ഒരു 1 വീക്ക് നമ്മൾ 9,90,000 NOC-ല് മാത്രം. മോഡൽ ഏതായിരുന്നു പറഞ്ഞാൽ? 2012. ഓക്കെ, രണ്ടും 12 അതും 12 ഇതും 12. നമ്മൾ എത്ര വില പറഞ്ഞാൽ? 9,90,000 NOC-ല്. അത് കിടിലൻ പ്രൈസ് അല്ലേ? അതിപ്പോ 10-11 റുപ്യക്ക് തന്നെ പേപ്പർ ആക്കി പേപ്പറായി കിട്ടും. അടിപൊളി. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്തോട്ടോ, വേണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി, ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും. അതുപോലെ തന്നെ ഈ വെള്ള വണ്ടി ആണെങ്കിലോ? ഇത് 2012 1.88 വണ്ടി. 1.88 2012. 4x2 ഡീസൽ ഓട്ടോമാറ്റിക്. 4x2 ആണല്ലേ? സെപ്പറേറ്റ് ലൈറ്റ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതെ അതെ, തേർഡ് ഓണർ ആണ് വണ്ടി. റീപ്ലേസ് ഇല്ലല്ലോ? ഇല്ല, മേജർ ആയിട്ട് റീപ്ലേസോ കാര്യങ്ങളൊന്നും. ശരി, ഇത് നമുക്ക് ഇപ്പോൾ പ്രൈസ് ആണെങ്കിലോ? ഇത് 12,30,000 രൂപ കൊടുക്കാം. NOC ആണോ അതോ പേപ്പർ ആക്കി? നമ്പർ ആക്കിയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, 12 30 കൊടുക്കാം. 12,30,000 12,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് രൂപ കാരാൾ ചെയ്ത വണ്ടി കൂടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളിയല്ലേ? റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ല അല്ലേ? റീപ്ലേസ് ഇല്ല. അടിപൊളി. റീപ്ലേസ് ഇല്ലാത്ത ഈ വണ്ടിയാണ്. 12,80 ഇവിടെ പേപ്പർ ആക്കിയ വണ്ടി എടുത്തോണ്ട് പോട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഫോർച്യൂണറും കൂടി കാണിച്ചു തരാം. ഇത് 2013 അല്ലേ? അതെ അതെ അതെ, 1.82 ഓടി വണ്ടി. 1.82 ഓടി. തേർഡ് ഓണർഷിപ്പ് ആണ്. വണ്ടി കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിയിലില്ല. ജെന്യൂൻ വെഹിക്കിൾ ആണ് കേട്ടോ. ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല. അത്യാവശ്യം ടയറും അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല, ഒരു റീപ്ലേസും ഇല്ല. ശരി, എന്താ വില? ഇതിന് 14,70. പേപ്പർ ആക്കിയ വണ്ടി അല്ലേ? നമ്പർ ആക്കിയ വണ്ടി, അതായത് KL 55 നമ്പർ ആക്കിയ വണ്ടി. ശരി, വരിക, വണ്ടിക്ക് കാശ് കൊടുക്കുക, എടുത്തോണ്ട് പോവാ, ഓടിക്കുക, അത്രേ ഉള്ളൂ അല്ലേ? നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ താറൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണിക്കാം അല്ലേ? താറ് മാത്രമല്ല, ഈ ഒരു നിരയിൽ കുറേ സെഡാൻ വണ്ടികൾ ഉൾപ്പെടെ അങ്ങനെ എല്ലാം കിടക്കുന്നുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞു വരുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ വരിക, നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണമെങ്കിൽ അല്ലേ? നമ്മുടെ അടുത്ത് മെയിൻ സംഭവം ക്വാളിറ്റി ആണ് അല്ലേ? തീർച്ചയായിട്ടും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതെ, കാരണം ഓൾറെഡി നമ്മൾ ചെക്ക് എടുത്ത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം സെറ്റ് ആയിരിക്കുന്ന വണ്ടികളാണ് മാത്രം കൊടുക്കുന്നത്. 2 വർഷം വാറണ്ടി ഉണ്ടല്ലോ, എന്ത് പേടിക്കാനല്ലേ? വണ്ടി എടുത്തുകൊണ്ട് പോകണേൽ ഒന്നും പേടിക്കാനില്ല. കാരണം 2 വർഷം വാറണ്ടി ഉള്ളതിന്റെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ മതി. അത് ടപ്പേ എന്ന് പറഞ്ഞ പരിപാടിയും തീർത്ത് തരും അല്ലേ? അടിപൊളി. അപ്പോൾ ക്രിസ്റ്റ ഇന്നോവ ഫോർച്യൂണർ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വെച്ച് മെല്ലെ അങ്ങ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഇതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് സ്ഥിതി ചെയ്യുന്ന ഫോക്കസ് മോട്ടോഴ്സ് അല്ലേ? ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരാൻ പറ്റുന്ന അത്രയും വില കുറച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് എടുക്കുന്ന ഏത് വണ്ടി, ഈ ഷോറൂമിൽ ഇറക്കി കൊണ്ടുപോകുന്ന ഏത് വണ്ടിക്കും 2 വർഷം മിനിമം. അതെല്ലാവരും അങ്ങനെ എവിടെയും കൊടുക്കുന്ന കണ്ടില്ല, കാരണം ഏത് വണ്ടിക്കും ഒന്നും പറഞ്ഞ് കൊടുക്കുന്ന കണ്ടിട്ടില്ല. അപ്പോൾ ധൈര്യമായിട്ട് വരിക. നിങ്ങൾക്ക് പിന്നെ ഈ ടൊയോട്ട വണ്ടികളൊന്നും സ്വാഭാവികമായും കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തല്ലേ വെക്കുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വരിക, വന്നിട്ട് നോക്കുക. വിലയുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ വന്നിട്ട് സംസാരിക്കുക അല്ലേ? അപ്പോൾ എനിക്ക് പറയാനൊന്നും പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം വന്ന് സംസാരിച്ച് നിങ്ങൾക്ക് പറ്റുന്നൊരു വിലയുള്ള വണ്ടി എന്തായാലും ഇവിടെ ഉണ്ടാവുന്നുള്ള ഒരു ഉറപ്പാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പറ്റില്ല, പക്ഷേ നിങ്ങളൊന്ന് വന്ന് നോക്കിയാലും തീർച്ചയായിട്ടും വരണം. ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോയിക്കോ അല്ലേ? പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. തീർച്ചയായിട്ടും. അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ ഒരുപാട് കുറച്ച് അടിപൊളി വണ്ടികൾ നിങ്ങളെ കാണിക്കാനുണ്ട്. അത് ഈ എല്ലാം കൂടി വെറുതെ വലിച്ചു നീട്ടണ്ടെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ എന്തായാലും ആ വീഡിയോയിൽ കാണാം അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ആ ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.